ജമ്മു കാശ്മീർ നിയമസഭ ഇലക്ഷൻ വരികയാണ് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം. അപ്പോ അവിടുത്തെ നാഷണൽ ഹൂറിയത്ത് കോൺഫറൻസ് അടക്കമുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനം, വിഘടനവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 370 ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നുള്ള ഒരു അഭിപ്രായം. ഇത് എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളാണ് ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കില്ല. ചോദ്യം എന്താണെന്നുള്ളത് മറന്നുപോയിരിക്കാൻ ഞാനൊന്ന് എഴുതി വെച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ചിലപ്പോൾ കാട് കയറിപ്പോവും. പിന്നെ വിപിന്റെ അടുത്ത് തിരിച്ചൊന്ന് ചോദിക്കേണ്ടി വരും എന്തായിരുന്നു ചോദ്യം. കാശ്മീരിനെ വിഘടിപ്പിക്കുക എന്നുള്ളത്, കാശ്മീരിനെ വിഘടിപ്പിക്കുന്ന പോട്ടെ, കാശ്മീർ, ജമ്മു കാശ്മീർ ഇന്ത്യയിൽ എത്രയുണ്ടോ അതിൽ കൂടുതൽ പാകിസ്ഥാനിലെ ചൈനയുടെ കയ്യിലാണ്. ചൈനയുടെ കമ്പാരിറ്റീവ്ലി ചെറിയ പീസാണ്. ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എങ്ങനെയാണ് ഉണ്ടായത്? അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അജണ്ട തന്നെ കാശ്മീരിനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റാം. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കാസ്റ്റ് സെൻസസ് നടത്തണം, ഇവിടെ കാസ്റ്റ് വൈസ് റിസർവേഷൻ കൊണ്ടുവരണം എന്നൊക്കെ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട്. അതേസമയം കാശ്മീരിൽ പോയിട്ട് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ റിസർവേഷനും അതിന്റെ കൂടെ ഇല്ലാതാവുമല്ലോ. ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീരികൾക്ക് മാത്രമേ ഉള്ളൂ, അവിടെ റിസർവേഷനും ഇല്ല, യാതൊരു ബന്ധവുമില്ല. അവിടെ ന്യൂനപക്ഷ റിസർവേഷൻ ഇങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പൊ ഈ 370 പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ റിസർവേഷനും ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവും. പിന്നെ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും വിഘടനവാദികൾ ഉണ്ട്, അല്ലെ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന്. അത് കശ്മീരികളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഇത് പറയാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇതെല്ലാം നിൽക്കട്ടെ, ചൈന നുഴഞ്ഞു കയറുമ്പോഴും 2014 വരെ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. 2014 വരെ ഇന്ത്യയുടെ ശത്രു ആരായിരുന്നു? മുഖ്യ ശത്രു വിപിന്റെ അഭിപ്രായത്തില്? കേൾക്കുന്നില്ല, മ്യൂട്ടാണോ? പാകിസ്ഥാൻ. ഇന്ത്യ എപ്പോഴും 2014 വരെ ചർച്ച ചെയ്തിരുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചും മാത്രമാണ്. അവിടെ ചില ഇന്റലക്ച്വൽസ് ഒരു ചോദ്യം ഉന്നയിച്ചു, ഒരു 2 ഫ്രണ്ട് വാർ വേണ്ടി വന്നാൽ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അതിൽ ചൈന ഇടപെട്ടാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഇടയിൽ അന്നത് ചർച്ചാ വിഷയമായിട്ടില്ല. ചൈന ഒരു ത്രെട്ടേ അല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ നെറേറ്റീവ്. കാരണം എന്താ? 2008 ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചൈനക്കെതിരെ മിണ്ടി കഴിഞ്ഞാൽ ചൈന ആ സാധനം എഗ്രിമെന്റ് പുറത്തു വിട്ടാൽ തന്നെ ഇവർ മാറും. ആ ചൈന ഇപ്പൊ നാളെ ചൈനയുമായിട്ട് ഇവരൊന്നും തെറ്റിക്കഴിഞ്ഞാൽ ചൈന ഇപ്പൊ എഗ്രിമെന്റ് ഒന്ന് പുറത്തു വിട്ടെന്ന് വെച്ചാൽ സൈൻ ചെയ്ത സാധനം MOU. ചൈനക്കാരുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ പോലെയല്ല, അവര് ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, സംശയമൊന്നും ഇല്ലാത്തവര്. നമ്മളത് അംഗീകരിച്ചേ പറ്റും. ആ എഗ്രിമെന്റ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ് കോൺഗ്രസിന്റെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ചൈന ഇവർക്കൊരു ത്രെട്ട് അല്ല. ഇപ്പോഴും അമേരിക്ക പോയിട്ട് എന്താ പറഞ്ഞത് അതിനൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ അമേരിക്കയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം. ചൈന ഇവർക്കൊരു ത്രെട്ടായിരുന്നില്ല. 2014 ശേഷമാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ജനങ്ങൾ അറിയുന്നത് പാകിസ്ഥാൻ ഒന്നുമല്ല, ചൈനയാണ് വലിയ ത്രെട്ട് എന്നുള്ളത്. ഇപ്പൊ ഇതാ ചൈനയിലെ കുറച്ച് കമ്പനികളെ അമേരിക്ക ബാൻ ചെയ്തല്ലോ ഇപ്പൊ അടുത്ത 2 ദിവസം മുമ്പ്. എന്താ കാരണം? ലോങ് റേഞ്ച്, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലും ഉൽപ്പാദിപ്പിക്കാൻ അതിന് പോലുമല്ല, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കാൻ ഉള്ള ഘടകങ്ങൾ ചൈന പാകിസ്ഥാന് കൊടുത്തു. അപ്പൊ ആ മിസൈല് ഈ ചൈനക്ക് 300 കിലോമീറ്റർ കൂടുതൽ റേഞ്ചുള്ള മിസൈൽ ടെക്നോളജി വിൽക്കാൻ പറ്റില്ല. കാരണം നമ്മള് NPTയിലെ അംഗമാണെങ്കിൽ ചൈന അംഗമല്ല. ആ അംഗമല്ലാത്ത രാജ്യങ്ങൾക്ക് 300 കിലോമീറ്റർ കൂടുതൽ റേഞ്ചുള്ള മിസൈലുകളോ അതിന്റെ ഘടകങ്ങളോ വിൽക്കാൻ പാടില്ല. അമേരിക്ക ചൈനയുടെ 2 കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഇപ്പൊ ചൈനയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ചൈന സത്യം പറഞ്ഞാൽ പുറകിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ കൊണ്ട് കളിപ്പിക്കുവാണ് എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പൊ തന്നെ ഇന്ത്യൻ ഓഷനിൽ ചൈന നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് അന്തർവാഹിനികൾ വരെയും ഇന്ത്യൻ ഓഷനിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് ഒരു വലിയ യുദ്ധത്തിന് തന്നെ ചൈന തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നും നമ്മൾ എന്ത് ചെയ്തു? പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാനായിട്ട്, സത്യം പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ പേടിയല്ലായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിലെ പട്ടാളക്കാരെ പിടിച്ചോണ്ട് അകർത്തി കടന്ന് അകത്ത് വന്നിട്ട് പട്ടാളക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് അവരുടെ തല വെട്ടി അതുകൊണ്ട് ഫുട്ബോൾ കളിച്ചു, അതിന്റെ വീഡിയോ എടുത്ത് അവർ പബ്ലിഷ് ചെയ്തു, ഇവരുടെ കണ്ണ് ചൂഴ്ന്നെടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഇവിടുന്ന് നമ്മൾ അനങ്ങിയോ? മുംബൈ ആക്രമണം തുടങ്ങിയപ്പോൾ അനങ്ങിയോ? മുംബൈ ആക്രമണം നടന്നു.
ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്നിട്ട് നമ്മൾ അനങ്ങിയോ? 26/11 എന്ന് പറയുന്ന സാധനം നമ്മൾ അനങ്ങിയോ? അനങ്ങിയില്ല. എന്തുകൊണ്ടാണ് അനങ്ങാഞ്ഞത്? 2008 എഗ്രിമെന്റ് പ്രകാരം ചൈന പറഞ്ഞോ മിണ്ടിപ്പോകരുതെന്ന്? അനുസരിച്ചതാണോ? അതോ ഭയന്നിട്ടാണോ? പാകിസ്ഥാനുമായിട്ട് ഒരു ആക്രമണത്തിന് ഭയന്നിട്ടാണോ? അങ്ങനെ ഇന്ത്യക്ക് പാകിസ്ഥാനെ ഭയമാണെന്നുണ്ടെങ്കിൽ ആ ഉറി അറ്റാക്കിന് പകരം ചോദിച്ചതും ബാലക്കോട്ടിലെ അറ്റാക്ക് നടക്കില്ലല്ലോ. ഇന്ത്യക്ക് ഭയമായിരുന്നുവെങ്കിൽ. ഇന്ത്യക്ക് ഭയമല്ല, ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനെ ഭയമല്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന് അറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കുന്തമല്ല ഈ ലോകത്തെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ആ ബാലക്കോട്ടിൽ അവരുടെ അതിർത്തി കടന്നു. മറ്റേ ആദ്യം ഉറിക്ക് അവൻ ചെയ്തത് POKയിലാണെന്ന് പറയാം. ശരി, അത് ഒഫീഷ്യലി പാകിസ്ഥാന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ POKയും കടന്ന് പാകിസ്ഥാന്റെ അകത്തുള്ള ബാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇന്ത്യ ആക്രമണം നടത്തിയെങ്കിൽ അത് ഭയമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അവിടെയാണ് നമ്മള് പാകിസ്ഥാൻ മാത്രമാണ് ശത്രു എന്നുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തു. ചൈന ഒരു 2 ഫ്രണ്ട് വാറിനെ കുറിച്ച് ജസ്റ്റ് വേഗമായിട്ട് ഒഴുക്കം മട്ടിലൊന്ന് ഡിസ്കസ് ചെയ്ത് പോയി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചൈനയുടെ താല്പര്യങ്ങൾ ഇപ്പൊ ഇനി ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പഴയ പോലെ ആകും എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം. അപ്പൊ ഇന്റേണലി ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാന്താനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ അവിടെ സുരക്ഷ വളരെ ശക്തമാണ്. ഇവര് വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും. അത് കഴിഞ്ഞ് പട്ടാളത്തിനെ അവിടുന്ന് പിൻവലിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ശിഥിലമാക്കുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനകത്ത് സത്യാവസ്ഥ എന്താ, കാരണങ്ങൾ എന്താ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ, ഡേറ്റ് എന്താ, ഇതിലൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അജണ്ട വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തിന് വേണ്ടി. ശരി, രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പറയുമ്പോൾ ഈ രാജ്യത്ത് ഇന്ന പ്രശ്നമുണ്ട്, അതിന് ഇന്നതാണ് പരിഹാരം എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ നോക്കേണ്ടത് 2015, 16, 17, 18, 19 കാലഘട്ടങ്ങളിൽ 2019 ഇലക്ഷൻ തൊട്ടും ഇതങ്ങ് ചൂട് പിടിച്ചു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ മേടിക്കരുതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തില്ലേ? സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ മേടിക്കരുത്. 2014 ഫെബ്രുവരി 20 എന്റെ ഓർമ്മ, AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്നാള് ഡിഫൻസ് മിനിസ്റ്റർ ആണ്, ഒരു വിമാനം പോലും വാങ്ങാനുള്ള പൈസ ഇന്ത്യയുടെ കയ്യിലില്ല എന്ന്. അവിടെ നിന്നാണ് നമ്മൾ 36 റഫേലിന് ഓഫ് ദ ഷെൽഫ് ഫുള്ളി എന്താ പറയാ ഇന്ത്യൻ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള റഫാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. അന്ന് ഇവർക്ക് അത് സമ്മതമല്ലായിരുന്നു. ഇന്ത്യ മേടിക്കരുത്, ഇന്ത്യ സൈനികമായിട്ട് ഉയരരുത്. ഇന്ത്യ സൈനികമായിട്ട് ശക്തി ആർജിച്ചാൽ അതിന്റെ കുഴപ്പം ആർക്കാണ്? ചൈനയ്ക്കാണ്. അപ്പൊ ചൈനയ്ക്ക് കുഴപ്പം വരുന്ന ഒന്നും ഇന്ത്യയിൽ നടന്നുകൂടാ, ഇന്ത്യൻ സർക്കാർ ചെയ്തുകൂടാ. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം. ഒപ്പിട്ട് വെച്ചിരിക്കുകയല്ല MOU. അപ്പൊ അതിനകത്ത് കാണും നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടതല്ല ഞാൻ ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ, ഒരു നേതാവെന്നുള്ള നിലയിൽ ചെയ്തിരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആർക്കറിയാം? ഞങ്ങൾ കഷ്ണമായിട്ട് മുറിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയില്ലല്ലോ. ഇവിടെ ഇന്റർണൽ പ്രോബ്ലം ഉണ്ടാക്കി രാജ്യത്തെ വിഘടിപ്പിച്ച് തരാം എന്നുള്ളത് ഇതിനകത്ത് എഗ്രിമെന്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ അറിയണത്? അതുകൊണ്ടല്ല ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള ഓരോ പരിപാടികളും ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യ ഇന്ന് സൈനികമായിട്ട് എത്രത്തോളം ഉയർന്നു എന്നുള്ളത് നിന്ന് ഇപ്പൊ ചൈന ഇന്ത്യയെ ഭയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ എന്തും എപ്പോഴും കാണിക്കാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഈയിടെ അജിത് ഡോവലിനെ വിളിച്ചായിരുന്നല്ലോ അവിടുത്തെ NSAയുമായിട്ട് സംസാരിക്കാനായിട്ട്. ചൈനയിൽ പോയിരുന്നു അജിത് ഡോവൽ, അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയും ചൈന എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ചൈന നിൽക്കുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുമെന്ന് പറയുന്നത്. വോട്ട് കിട്ടുക എന്ന് മാത്രമല്ല, വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യുകയും ചെയ്യും. കാരണം ഇപ്പൊ കാശ്മീർ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. കാശ്മീരിൽ ഇപ്പോ ഇഷ്ടംപോലെ വ്യാപാരം നടക്കുന്നുണ്ട്, ആളുകൾക്ക് തൊഴിലുണ്ട്, ടൂറിസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു, കൃഷി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. എല്ലാ മേഖലയിലും അതുപോലെ കാശ്മീരി സിൽക്ക്, നെയ്ത്ത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രിയും കാശ്മീരിൽ വികസിച്ചപ്പോൾ ആളുകൾക്ക് തൊഴിലുണ്ട്. ആളുകൾക്ക് തൊഴിലുണ്ടെങ്കിൽ ഈ കല്ല് വറക്കി എറിയാനും ഒന്നും ആളെ കിട്ടില്ല. നല്ല രീതിയിൽ അവർക്ക് പണം സമ്പാദിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗം, സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ഇവർ ഈ തലതെറിച്ച ജീവിത രീതിയിലേക്ക് പോവില്ല. അതവർക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ള കാര്യം.